അടുത്തത് നിങ്ങൾ പറയുന്ന മണ്ഡലം തോറും നിങ്ങൾ കേന്ദ്രമന്ത്രിമാരെ കൊടുക്കുമെന്ന്. നിങ്ങൾ 543 കേന്ദ്രമന്ത്രിമാരെ ഓഫർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതെ നിങ്ങൾ ഈ രാജ്യത്ത് പെട്രോൾ 50 രൂപയ്ക്ക് കൊടുത്തോ എന്ന് പറയണം, ഗ്യാസ് 500 രൂപയ്ക്ക് കൊടുത്തോ എന്ന് പറയണം, പ്രതിവർഷം 2 കോടി തൊഴിൽ വെച്ച് 20 കോടി തൊഴിൽ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയണം. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് ഈ രാജ്യം പോയത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിന് ഉത്തരം പറയണം. 50 വർഷത്തെ ഏറ്റവും ഗതികേടിലേക്ക്, ഫാമിലി സേവിംഗ് ഇല്ലാത്ത ഗതികേടിലേക്ക് ഈ രാജ്യത്തെ കുടുംബങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ മറുപടി പറയണം. പട്ടിണി സൂചികയിൽ 111 സ്ഥാനത്തേക്ക് ഈ രാജ്യം തള്ളപ്പെടുന്നു, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. ഇതൊക്കെ പറയാതെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെയുള്ള വേട്ടയാടലുകൾ, ഇതൊന്നും പറയാതെ നിങ്ങൾ മണ്ഡലം തോറും കേന്ദ്രമന്ത്രിമാരെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറല്ല. മോദി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ ഏതൊക്കെയാണ് നടപ്പാക്കിയത് എന്ന് നിങ്ങൾ ആദ്യം പറയണം, എന്നിട്ട് വേണം വോട്ട് പിടിക്കാൻ വരാൻ. രണ്ടാമത്തെ കാര്യം, LDFന്റെ പ്രതിനിധി പറഞ്ഞു ഇന്നസെന്റ് നടപ്പാക്കിയ 1200, 400, 500, 2000 കോടി ആയിക്കോട്ടെ, ഏതൊക്കെ പദ്ധതികളാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം 5 വർഷം മുമ്പായിരുന്നല്ലോ MP, LDFന്റെ പ്രതിനിധി. ഈ പദ്ധതികൾ ഓരോന്നും എണ്ണി പറയാനെങ്കിൽ ഞങ്ങളുടെ വാദങ്ങൾ പിൻവലിക്കാം. അല്ലാതെ നിങ്ങൾ 2000 കോടിയെന്നോ 5000 കോടിയെന്നൊക്കെ വെറുതെ വായിൽ തള്ളിയതാണോ ഷിബു? ഇവിടെ ഇന്നസെന്റ് MP നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയാൻ എനിക്ക് യാതൊരു നമ്മുടെ ഈ അങ്കമാലിക്കകത്ത് തുടങ്ങി വെച്ച് 151 കോടി രൂപയ്ക്കാണ് ഈ ടെക്നോളജി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്, അതിന്റെ വർക്ക് ആരംഭിച്ചത്. ആ വർക്ക് ഇപ്പോ കാടുകരി കിടക്കുകയാണ്. ശ്രീ ജിൻഡോ ജോൺ അങ്കമാലിക്കാരനാണ്. സമയമുണ്ടെങ്കിൽ ഇംഗിൽ ചെന്ന് അവിടെ കാടുകരി കിടക്കുന്ന ആ ടെക്നോളജി സെന്റർ സംബന്ധിച്ചൊന്ന് അന്വേഷിക്കുന്നതായിരിക്കും എന്നാണ് സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം ബെന്നി ബെഹനാൻ ഞാൻ 19 കോടി 18 ലക്ഷം രൂപയുടെ പദ്ധതികൾ പറഞ്ഞപ്പോൾ പകുതി തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെ, തുടങ്ങി വെക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ അന്ന് ഇൻകൽ തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കാതെ പോയ ഇന്നസെന്റ് ഒരു മോശപ്പെട്ട പ്രവർത്തനം അന്ന് നടത്തിയിട്ട് പോയത്. അതിന്റെ ഉത്തരവാദിത്തം 5 വർഷക്കാലം ഒരു MP കിട്ടുന്ന സമയത്ത് ഒരു പദ്ധതിയെ സംബന്ധിച്ച് DPR തയ്യാറാക്കി ഒരു പദ്ധതി ആരംഭിക്കുന്നു. 151 കോടി രൂപ മുടക്കി അതിന്റെ കെട്ടിടം പണി ആരംഭിക്കുന്നു. അതിനുശേഷം ഇന്നസെന്റ് തോൽക്കുന്നു. ഇവിടെ ബെന്നി ബെഹനാൻ MP വരുന്നു. സ്വാഭാവികമായും MSMEയുടെ കീഴിലുള്ള കേന്ദ്ര ഈ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം ആർക്കാ? ശ്രീ ബെന്നി ബെഹനാൻ. ഇഞ്ച് പോലും അധികം മുന്നോട്ട് കൊണ്ടുപോയിട്ട് മാത്രമല്ല അത് എന്തു ചെയ്തു എന്ന് ജിൻഡോ ജോൺ ഇംഗ്ലീഷ് ചെന്ന് അന്വേഷിക്കട്ടെ. ദയവ് എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ, നാളെ നിങ്ങൾ ചെന്ന് ഇംഗ്ലീഷ് അന്വേഷിക്കൂ. ഞാൻ പറഞ്ഞു പറയൂ. കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചു നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ച്. അതിനൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ മത്സരിക്കുന്ന 400 സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ടാ. കോൺഗ്രസ് മത്സരിക്കുന്നത് 40 സീറ്റ് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് CPM 2 സീറ്റ് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ അടുത്തുനിന്ന് എത്താനായിട്ട് രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുന ഖാർഗെക്കൊന്നും അല്ല, ജിൻഡോ ചോദിച്ചു 80 കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി, 11.8 കോടി വീടുകളിൽ ജൽജീവൻ മിഷൻ വഴി പട്ടിണിയുടെ സ്ഥാനത്ത് നമ്മൾ 111 സ്ഥാനത്തേക്ക് വന്നു. 3 കോടി പ്രധാനമന്ത്രി ആവാസ് യോജന, 11.7 കോടി ജനങ്ങൾക്ക് ശൗചാലയം, 39.65 കോടി ജനങ്ങൾക്ക് മുദ്രാ ലോൺ, അതുപോലെ തന്നെ 20 കോടി വനിതകൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ ജൻധൻ യോജന വഴി കൊടുത്തു, സഹായം കൊടുത്തു. ഒരു നിമിഷം സാർ, അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും പട്ടിണിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം 111 സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു മുണ്ടാക്കട്ടെ. ഞാൻ വീക്ഷണത്തിന് ദേശാഭിമാനി കണക്കല്ല പറയുന്നത്, ഞാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതി കണക്കാ പറയുന്നത്. ഇത് വീക്ഷണം ദേശാഭിമാനി വായിച്ചുള്ള കണക്കാണ്. ഇത് എണ്ണി പറയുമ്പോ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കണം. അല്ല ഷാജു, ജിൻഡോ വളരെ ലളിതമായ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. പെട്രോളിന്റെ വില 50 രൂപയാക്കാമെന്ന് പറഞ്ഞു, ആക്കിയോ? BJP പറഞ്ഞിട്ടില്ല. സുരേന്ദ്രന്റെ വാർത്താ ശ്രദ്ധിച്ചാൽ മതി. നേതാവിനെ തള്ളിപ്പറയരുത്. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ ഇത് കിട്ടുമ്പോ നിങ്ങൾക്ക് സമാധാനാകും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ
ഒരു നിമിഷം ശരി 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 അത് അതായത് താങ്കളുടെ നേതാവായ UDF രാഹുൽ ഗാന്ധിയെ നേരിടുന്ന കെ സുരേന്ദ്രനെ തള്ളി പറഞ്ഞിരിക്കുന്നു. 57 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു. ഈ രാജ്യത്ത് അതുകൊണ്ടാണ് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത് സാർ. പെട്രോൾ വിലക്കുറവ് നടപ്പാക്കിയിട്ടില്ല. BJP പറഞ്ഞിട്ടില്ല. കെ സുരേന്ദ്രൻ ആരാ? കെ സുരേന്ദ്രൻ ആരാ? BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് എന്ത് നുണയെ വിളിച്ച് പറയാമോ? അതല്ല, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. BJP അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടാണോ? അപ്പോ അതിന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? കെ സുരേന്ദ്രൻ പറഞ്ഞത് ശ്രദ്ധപ്പെട്ടിട്ടില്ല. 10 വർഷമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം 10 വർഷമായിട്ട് ശ്രദ്ധയിൽപ്പെടാത്ത ആളാണ് ഇവിടെ BJPക്ക് വേണ്ടി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷന് ശേഷം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ പെട്രോൾ 50 രൂപയ്ക്ക് തരാമെന്നുള്ളത് BJPയുടെ നയമേ അല്ല. ഈ നാടിന്റെ വികസനം ചർച്ച ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വേറെ പല വിഷയങ്ങളാണ്. പെട്രോൾ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? പെട്രോൾ ചർച്ച ചെയ്യണ്ടേ? നോക്കൂ ഷാജു, CSDS ഇന്നലത്തെ സർവേയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ സർക്കാരിന് വലിയ പിന്തുണയില്ല. 1 തൊഴിലില്ലായ്മ റോക്കറ്റ് പോലെ കൂടി. 2 വിലവർധന, അതും കൂടി. അതിന്റെ കാരണമാണ് ഡീസൽ പെട്രോൾ. 3ാമത്തേതാണ് പട്ടിണി, ഇതും കൂടി. പ്രിയപ്പെട്ടവരെ, ഈ ഡീസലും പെട്രോളിന്റെയും വില, ആ വിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ രാജ്യത്ത് കോടാനുകോടി മാത്രം പറയരുത്, അത് മാത്രം പറയരുത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. ആളുകൾക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തിട്ട് വേണ്ടേ പുറത്തേക്ക് പോകുന്നതിന് ആഫീസ് കെട്ടാൻ? നാട്ടിലെ